കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കായിട്ടുള്ള പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കാനുള്ള പദ്ധതി, അതിൻ്റെ 4 ഇരട്ടി മേൽ തുകയ്ക്ക് ഈ രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ദിനേശ് PD സഹകരണ സംഘത്തിന് ഗവൺമെന്റ് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്. 4415 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് TCSന് 2,206 കോടി രൂപയ്ക്ക് സർക്കാർ തീരുമാനമെടുത്ത് കരാർ ഉറപ്പിച്ചതാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ TCSക്ക് നൽകിയ 206 കോടി രൂപയുടെ ഈ നടപടി റദ്ദാക്കി പുതുക്കിയ നിബന്ധനകളോടെ വീണ്ടും ടെൻഡർ വിളിച്ചത് ഈ ദിനേശ് PD സഹകരണ സംഘത്തിന് ഇത് കൈമാറാനായിരുന്നു. CPM നിയന്ത്രണത്തിലുള്ള കണ്ണൂരിൽ നിന്നുള്ള 2 സഹകരണ സംഘങ്ങൾക്ക് മാത്രം ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ടെൻഡർ ഡോക്യുമെന്റിൽ മാറ്റം വരുത്തിയത്. കേരള ദിനേശ് PD വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയും മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി കോപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ് കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ 2 സൊസൈറ്റികൾ. ഇതിൽ ദിനേശ് PD സഹകരണ സംഘം നൽകിയ 280 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ നൽകാനുള്ള 58 കോടി രൂപയുടെ ബിഡാണ് ഇപ്പോൾ സർക്കാർ അവാർഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇതനുസരിച്ച് 4415 പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുമ്പോൾ 914 കോടി രൂപയോളം ചെലവ് വരും. 206 കോടി രൂപയ്ക്ക് സോഫ്റ്റ്വെയർ ഭീമനായ TCS 4415 സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കാമേറ്റ പദ്ധതിയാണ്. അതിൻ്റെ 4 ഇരട്ടി തുകയ്ക്ക് ഈ രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ദിനേശ് PD സഹകരണ സംഘത്തിന് കൈമാറുന്നത്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അതായത് ഈ പദ്ധതി നടപ്പാക്കി കഴിയുമ്പോൾ കേരള സംസ്ഥാനത്തെ ഖജനാവിൽ നിന്ന് 700 കോടിയിൽ പരം നഷ്ടം ഉണ്ടാകാൻ പോകുന്നു. ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ഈ ടെൻഡർ നൽകാനും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്.